ആരംഭിച്ച SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ജനാധിപത്യത്തെ കശാപ്പ് ചെയ്തവരാണ് ലീഗുകാർ. തന്നെ മുസ്ലിം വിരോധിയായി വേട്ടയാടുകയാണ്. മണി പവറും മസിൽ പവറും കൊണ്ട് എന്തും ചെയ്യാമെന്ന അഹങ്കാരമാണ് മുസ്ലിം ലീഗിനെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. ലീഗ് മലപ്പുറം പാർട്ടിയാണെന്നും മലപ്പുറത്തേക്ക് എല്ലാം ഊറ്റിയെടുത്തുവെന്നും വെള്ളാപ്പള്ളി നടേശൻ വിമർശിക്കുന്നു. ഒരു മുസ്ലിം വിരോധിയായിട്ട് കണ്ടുകൊണ്ട് എന്നെ വേട്ടയാടാൻ കൊണ്ടിരിക്കുന്നു ലീഗുകാർ. അധികാരത്തിൽ ഇരുന്നുകൊണ്ട് പിന്നെ അവരുടെ വകുപ്പ് അവരുടെ സമുദായത്തിന്റെ വകുപ്പായി കണ്ടുകൊണ്ട് എല്ലാം ഒപ്പിട്ടെടുത്ത് ഈ മതേതരത്വം ജനാധിപത്യം പറയുന്ന ലീഗ് അധികാരത്തിൽ വരുമ്പോൾ നിങ്ങളെന്താ അറിയാമല്ലോ, ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയല്ലേ. ആ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ ഇവിടുത്തെ ജനാധിപത്യത്തെ തകർത്തവരല്ലേ ഇവര്. മലപ്പുറത്ത് പ്രഖ്യാപിച്ചില്ലേ അവരുടെ മന്ത്രിമാരും വകുപ്പും. ഈ കോൺഗ്രസ്സുകാർക്ക് വല്ലതും ചെയ്യാനത്തോ? അപ്പൊ ജനാധിപത്യത്തെ ഹൈജാക്ക് ചെയ്തവരല്ലേ, ജനാധിപത്യം കശാപ്പ് ചെയ്തവരാണ് ലീഗുകാർ. മണി പവറും മസിൽ പവറും മാൻ പവറും ഉണ്ട് എന്നുള്ള തോന്നലോടുകൂടി ആരോട് എന്ത് ചെയ്യാനുള്ള അഹങ്കാരം. ലീഗ് എന്ന് പറഞ്ഞാൽ മലപ്പുറം പാർട്ടിയാണ്. ആ മലപ്പുറം പാർട്ടി മലപ്പുറത്തേക്ക് എല്ലാം ഊറ്റിയെടുക്കുക, അവരുടെ സമ്പന്നരെ സഹായിക്കുകയും ചെയ്യുക. ശരത് എസ് ലേബി സജീന്ദ്രനുമാണ് ചേരുന്നത്. ആദ്യം ശരത്തിലേക്ക് പോയാൽ, ശരത്ത്, തനിക്ക് ജാതി ചിന്തയില്ല എന്ന് പറയുമ്പോൾ പോലും തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ഒരു വിലയിരുത്തലിന് ശേഷവും മുസ്ലിം ലീഗിനെതിരായ നിലപാട് അല്ലെങ്കിൽ അധിക്ഷേപം ആ രീതിയിൽ തന്നെ തുടരുകയാണ് വെള്ളാപ്പള്ളി നടേശൻ. വിനീത്, മുസ്ലിം ലീഗിനെതിരെ കടന്നാക്രമിച്ചു തന്നെയാണ് ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ രംഗത്ത് വന്നിരിക്കുന്നത്. വാർത്താ സമ്മേളനം തുടങ്ങിയത് തന്നെ മുസ്ലിം ലീഗിനെതിരെ രൂക്ഷ വിമർശനവുമായാണ്. ലീഗ് തന്നെ വർഗീയവാദിയാക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതായിരുന്നു വെള്ളാപ്പള്ളി നടേശന്റെ പ്രധാന ആരോപണം. തന്നെ ദേശീയവാദിയായി കൊണ്ടു നടന്നൊരു കാലമുണ്ടായിരുന്നു. ഇപ്പോൾ ലീഗ് തന്നെ വർഗീയവാദിയാക്കാനാണ് ശ്രമിക്കുന്നത്. ലീഗ് അധികാരത്തിലിരുന്നപ്പോൾ വകുപ്പ് സമുദായത്തിന്റെ വകുപ്പാക്കി എല്ലാം ഊറ്റിയെടുത്തു എന്നടക്കം വെള്ളാപ്പള്ളി പറയുന്നുണ്ട്. ജനാധിപത്യത്തെ കശാപ്പ് ചെയ്തവരാണ് മുസ്ലിം ലീഗുകാർ. മണി പവറും മസിൽ പവറും കൊണ്ട് എന്തും ചെയ്യാമെന്ന അഹങ്കാരം മുസ്ലിം ലീഗിനുണ്ട്. മലപ്പുറത്തെ പാർട്ടിയാണ് മുസ്ലിം ലീഗ് എന്നടക്കമുള്ള രൂക്ഷ വിമർശനവും വെള്ളാപ്പള്ളി നടത്തി. മലപ്പുറത്തേക്ക് മാത്രമായി എല്ലാം ഊറ്റിയെടുത്തു. പ്രധാനമായും മൂന്ന് കാരണങ്ങളാണ് ലീഗ് തന്നെ ആക്രമിക്കാൻ കാരണമെന്നും വെള്ളാപ്പള്ളി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഒന്ന്, ഇത്തരത്തിൽ കൊല്ലത്ത് ശ്രീനാരായണ ഗുരു യൂണിവേഴ്സിറ്റി കൊണ്ടുവന്ന സമയത്ത് അവിടെ തലപ്പത്തേക്ക് ഒരു ഈഴവനെ കൊണ്ടുവന്നില്ല എന്നൊരു പരാതി താൻ മുന്നോട്ട് വെച്ചു. ഇതിന്റെ പേരിൽ അന്ന് ലീഗ് ഇത്തരത്തിൽ പ്രമേയം പാസാക്കുകയും തനിക്കെതിരെ വലിയ പ്രതിഷേധവും പരാമർശങ്ങളും ഒക്കെ തന്നെ അന്ന് ലീഗ് നടത്തുകയും ചന്ദ്രികയിൽ എഡിറ്റോറിയൽ വരെ എഴുതിയെന്നടക്കം വെള്ളാപ്പള്ളി പറയുന്നു. അതിനു പുറമെ മറ്റൊന്ന്, ഇത്തരത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് മലപ്പുറത്ത് നടത്തിയ പ്രസംഗത്തിന്റെ പേരിൽ തന്നെ വളരെ മോശമായ രീതിയിൽ ആക്രമിക്കുന്നു. അങ്ങനെ വിവിധ തവണ താൻ ഇത്തരത്തിൽ ഈഴവർ അല്ലെങ്കിൽ പിന്നോക്ക വിഭാഗം നേരിടുന്ന കാര്യങ്ങൾ പൊതുസമൂഹത്തോട് വിളിച്ചു പറയുമ്പോൾ തന്നെ ഒറ്റപ്പെടുത്താനും വർഗീയവാദിയാക്കാനും ആക്രമിക്കാനുമാണ് ലീഗ് അടക്കം നോക്കിയത്. ഇതിനെ കോൺഗ്രസിന്റെ കൂടി സഹായം അല്ലെങ്കിൽ കോൺഗ്രസിന്റെ കൂടി കൂട്ടുപിടിക്കാൻ ലീഗിന് സാധിച്ചു എന്നടക്കം എന്തായാലും വെള്ളാപ്പള്ളി പറയുന്നുണ്ട്. സജീന്ദ്രൻ കൂടി ചേരുകയാണ്. ലേബി, ഇരവാദം ഉന്നയിച്ചുകൊണ്ട് മുസ്ലിം ലീഗിനെ കടന്നാക്രമിച്ചുകൊണ്ട് തന്നെ വീണ്ടും വെള്ളാപ്പള്ളി നടേശൻ രംഗത്തെത്തുന്നതാണ് നമ്മൾ കാണുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷവും ഇത്തരത്തിൽ വർഗീയമായ നിലപാടുകൾ സ്വീകരിക്കുന്നതിന് പിന്നോട്ട് പോകുന്നില്ല. മാത്രമല്ല, ലീഗ് തന്നെ മുസ്ലിം വിരോധിയായി ചിത്രീകരിക്കുന്നു എന്നാണ് വെള്ളാപ്പള്ളി പറഞ്ഞു വെക്കുന്നത്. വിനീത, ഇത് രാഷ്ട്രീയപരമായ നിലപാട് തന്നെയാണ് SNDP യൂണിയന്റെ എന്ന് ഈ ഘട്ടത്തിൽ പറയേണ്ടിയിരിക്കുന്നു. കാരണം തെരഞ്ഞെടുപ്പിന് ശേഷം ആദ്യമായി മാധ്യമങ്ങളെ കാണുന്നു. ഇത് കൂട്ടി വെച്ച് നോക്കുമ്പോൾ കൃത്യമായ ഒരു രാഷ്ട്രീയ സ്റ്റേറ്റ്മെന്റ് തന്നെയാണ്. അതായത് മുസ്ലിം വിരുദ്ധതയല്ല താൻ പറയുന്നത് എന്ന് ഈ വാർത്താ സമ്മേളനത്തിൽ വെള്ളാപ്പള്ളി നടേശൻ ആവർത്തിച്ച് പറയുന്നു. ലീഗിനെ മാത്രമാണ് താൻ പറയുന്നത്. ലീഗ് കോൺഗ്രസ് നേതാക്കൾ തനിക്കെതിരെ അധിക്ഷേപം പറയുന്നത് ലീഗ് ബോധപൂർവം പറയിപ്പിച്ചതാണ്. ഇത്തരത്തിൽ പറയുമ്പോൾ മുസ്ലിം സമുദായത്തോടുള്ള ഒരു ആക്രമണ ശൈലിയല്ല അദ്ദേഹം സ്വീകരിച്ചിരിക്കുന്നത്. കൃത്യമായി ലീഗിനെ കടന്നാക്രമിക്കുകയാണ് ചെയ്തത്. അത് മാത്രമല്ല, ഇവിടെ നേരത്തെ കെ കരുണാകരനും AK ആന്റണിയും ലീഗിനെ കുറ്റം പറഞ്ഞിട്ടില്ലേ എന്നുള്ള രീതിയിലേക്ക് ലീഗുമായി കണക്ട് ചെയ്ത് തന്നെയാണ് ഈ വാർത്താ സമ്മേളനത്തിന്റെ ഓരോ വരികളും പറയാൻ വെള്ളാപ്പള്ളി നടേശൻ ശ്രദ്ധിച്ചിട്ടുള്ളത്. അതുമാത്രമല്ല, തനിക്കെതിരെ അധിക്ഷേപ വർഷം നടത്താൻ കോൺഗ്രസ് നേതാക്കളെ പ്രേരിപ്പിക്കുന്നതും ലീഗാണ് എന്ന് പറയുന്നു. മാത്രമല്ല, BDJS-ഉമായി ബന്ധപ്പെട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയിട്ടുണ്ട്. അതായത് NDAയിൽ നിന്ന് വേണ്ടത്ര അംഗീകാരം അല്ലെങ്കിൽ വേണ്ടത്ര പരിഗണന ഈ ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് സമയത്ത് കിട്ടിയില്ല എന്നുള്ള പരാതി BDJS തുടക്കം മുതൽ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിട്ട സമയം മുതൽ BDJS എല്ലായിടത്തും ഉന്നയിക്കുന്നുണ്ട്. എറണാകുളത്തേക്ക് അത് പ്രത്യക്ഷമായി രംഗത്ത് വന്നതുമാണ്. ആ നിലയ്ക്കാണ് പറയുന്നത് BDJS-ന് അർഹമായ പരിഗണന NDA നൽകാത്തത് സവർണ വോട്ടുകൾ പോകുമെന്ന് ഭയന്നുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ അതിലൊരു വിഭാഗം അത് വിട്ടുപോരണമെന്ന് ആഗ്രഹിക്കുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായും വെള്ളാപ്പള്ളി നടേശൻ ഒരു രാഷ്ട്രീയ സ്റ്റേറ്റ്മെന്റ് തന്നെ ഈ ഘട്ടത്തിൽ നടത്തിയിരിക്കുന്നു എന്നത് തന്നെ വേണം ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ
വിനീത. ശരി, ഏതായാലും വെള്ളാപ്പള്ളി നടേശന് ലീഗിന്റെ മറുപടി എന്താണ് എന്ന് നമ്മൾ കാത്തിരിക്കുകയാണ്. പ്രതികരണം തേടേണ്ടതുണ്ട്. ലേബി സജീന്ദ്രനും ശരത് എസ് എസുമാണ് വിവരങ്ങൾ നൽകിയത്.